ഡിഫറൻസ് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഹ്യൂമർ രണ്ട് കാലഘട്ടത്തിലും വർക്കൗട്ട് ആക്കുക എന്നുള്ള ഫോക്കസേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് എക്സിക്യൂഷനിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ചലഞ്ചസ് നേരിടുക. കാരണം ഒരു 10-25 കുതിരകളൊക്കെ സിംഗിൾ ഫ്രെയിമിൽ വരിക എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ കുതിരകളിൽ നിന്നതിന് മുമ്പ് ഒരുപാട് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു വലിയ ഒരു എപ്പിക് സെറ്റപ്പിലേക്ക് ചെല്ലുമ്പം അത് റിയലി ചലഞ്ചിങ് ആയിരുന്നു. കാരണം 5-6 ഷോട്ടുകളൊക്കെ മാത്രം എടുക്കാൻ പറ്റുന്ന ദിവസം ആക്ടേഴ്സ് ഹോഴ്സ് റൈഡിങ് പഠിക്കണം. അങ്ങനെ ഒരു കൂട്ടം ആക്ടേഴ്സ് ആ ഭാഗത്തൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഹോഴ്സ് റൈഡിങ് പഠിച്ച് അത് ഇവരുമായിട്ട് കുതിരകൾ സെറ്റാവണം. അതിനിടയിൽ മഴ പെയ്യുന്നു. അങ്ങനെ ഒരു ഇപ്പം ഞങ്ങളൊരു 130ഓളം ദിവസം ഷൂട്ട് ചെയ്തത് ഏകദേശം 10 മാസത്തോളം എടുത്താണ്. മഴ ഒരു വലിയ ചലഞ്ചായിരുന്നു. ഇട്ട സെറ്റുകൾ കുറേ നശിച്ചുപോയി. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് നമ്മളിപ്പം റിലീസിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഭൂതകാലം ഷൂട്ട് ചെയ്തപ്പം പാസ്റ്റ് ടൈം ലൈൻ ഷൂട്ട് ചെയ്തപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കമ്പല്ലിങ് സിനാരിയോ ആയിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തപ്പം എല്ലാവർക്കും അതൊരു കൗതുകമായിരുന്നു. ആ കൗതുകമാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്ന പാസ്റ്റ് ടൈം ലൈൻ വരുമ്പോൾ ആ വിഷ്വൽസിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ, ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. എല്ലാവരും നമ്മുടെ DOP ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ഒരേ കഷ്ടപ്പാട് തന്നെയാണ്. ബട്ട് ചലഞ്ചിങ് ഓഫ് കോഴ്സ് ഇതായിരുന്നു ഭൂതകാലം ഷൂട്ട് ചെയ്യലായിരുന്നു. ഈ രണ്ട് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അവരുടെ നമുക്ക് ചിരിക്കണം, രണ്ട് കാലഘട്ടം ചിരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിരിക്കും മീറ്റർ പോകുന്ന കറക്റ്റ് മീറ്ററിൽ തന്നെ പോകണം. അതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയത് ഏതിലായിരിക്കും? അതിൽ ഭൂതകാലത്തിലെ കോമഡികൾക്ക് ഭാഷാപരമായ ചില പരിമിതികൾ വരും. നമ്മളിവിടെ അടിക്കുന്ന പോലത്തെ നമ്മുടെ മോഡേൺ സ്ലാങ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ ഒരു സാധനം പറഞ്ഞ് ഫലിപ്പിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം അവിടെ നമ്മൾ ചിലപ്പം കൊളോക്കിയൽ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും മനസ്സിലായില്ല എന്ന് വരും. അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെ ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തിട്ട് സംസാര ഭാഷയിലേക്ക് ആക്കി. എന്നാൽ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമല്ലോ. ആ ഡിഫറൻസ് ഫീൽ ചെയ്ത് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പറയുന്ന ഹ്യൂമറൊക്കെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാഷയെല്ലാം അല്പം പഴയ കാലത്തേക്ക് വെച്ച് അതൊരു സംസാര ഭാഷയാക്കി മാറ്റി. അങ്ങനെ ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് എഞ്ചിനീയർ വറീദ് മാപ്പിള എന്നാണ്. വറീദ് മാപ്പിളയ്ക്ക് ഒരു കാരണവശാലും സർവത്ത് ഷമീർ പറയുന്ന പോലെ ആ ഭാഷാ പ്രയോഗം തന്നെ പറ്റില്ല. അപ്പം അത് ഇദ്ദേഹം ആസ് ആൻ ആർട്ടിസ്റ്റ് ഇദ്ദേഹം പറയുന്ന ഹ്യൂമറുകൾ നമ്മൾ പലതവണ പറഞ്ഞു നോക്കി. അത് നമ്മൾ നാട്ടുകാർക്ക് മനസ്സിലാവുകയും വേണം. അപ്പം അങ്ങനെ ഒരു ചിത്രീകരണ സമയത്ത് അങ്ങനെ ഭാഷാപരമായ ചില എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചിട്ടുണ്ട്.